പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു കാലം തുടങ്ങുകയാണ്. നമ്മൾ പുതിയ മാസത്തെ കർത്താവിൽ നിന്ന് വരദാനമായി കൈപ്പറ്റിക്കൊണ്ട് സന്തോഷത്തോടെ ആരംഭിക്കാം. നമ്മുടെ ക്രിസ്തുരാജൻ്റെ തിരുനാൾ സഭയുടെ ആരാധനാക്രമത്തിൻ്റെ അവസാനമാണ്. അതിനുശേഷം വരുന്ന എല്ലാ ദിവസങ്ങളും ശരിക്കും പറഞ്ഞാൽ ഭക്തന്മാർക്ക് ക്രിസ്മസിൻ്റെ ഒരുക്ക ദിനങ്ങളാണ്. നമുക്ക് ദൈവത്തോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും അവകാശമുണ്ട്. ഇപ്പം നല്ലൊരു കാലം വരാൻ വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ക്ലേശങ്ങളിരിക്കുന്നവർക്ക് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥരല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ആ ഒരു മധ്യസ്ഥരെ ആശ്രയിക്കുന്നത്. അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത എൻ്റെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങയുടെ തിരുമുറുപാർന്ന വലതുകരത്തിൻ്റെ ആശീർവാദം ഉണ്ടാകണം പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങൾ, കടന്നു പോകുന്ന സഞ്ചാര പദങ്ങൾ, വഴികൾ, വിഷയങ്ങൾ എല്ലാം കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒറ്റക്കല്ല. ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന കൂടി ആശീർവാദം മേടിച്ച് വെളുപ്പിനെ തന്നെ അങ്ങയുടെ നാമത്തിൽ ജീവിക്കാൻ തുടങ്ങണത് ഞങ്ങൾ ഒറ്റക്കല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അങ്ങയുടെ ആശീർവാദം ഞങ്ങളുടെ കൂടെ ഉണ്ട്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ ഞങ്ങൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ, മാനസിക പീഡകൾ, തകർച്ചകൾ, സാമ്പത്തിക ദുരിതങ്ങൾ, നിങ്ങളെ അലട്ടുന്ന മുഴുവൻ പ്രശ്നങ്ങളും ദൈവിക കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂടുന്ന ഭവനങ്ങളെ ഞാൻ സമാധാനം കൊണ്ട് ആശീർവദിക്കുന്നു. ആ സമാധാനത്തിൻ്റെ ആശ്വാസവും ആശീർവാദവും അനുഗ്രഹവും ഈ മക്കൾ കൈപ്പറ്റാൻ ഇടയാക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കും ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഈ വചനം കേൾക്കുമ്പോഴേ ഈ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞതും പുൽത്തൊട്ടി കിടത്തിയതിൻ്റെ കാരണമാണ് പറയണത്. രാജാതിരാജനായ ഈശോ മിശിഹായെ പിള്ളക്കച്ച കൊണ്ട് പൊതിയാണ്ട കാരണം എന്ത്? ആ പുൽത്തൊട്ടി കിടത്താനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ സുവിശേഷൻ കാരണം പറയും. എന്താ കാരണം? അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ലെന്ന്. ഞാനെപ്പോഴും ഇങ്ങനെ വായിക്കണത് എന്താണെന്നറിയാവോ? ഞാൻ വായിക്കണത് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ലെന്നല്ല, കൊടുത്തില്ലെന്ന് ഞാൻ വായിക്കത്തുള്ളൂ. പാവത്തങ്ങളെ ഒരു ഭാഗം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അവരുടെ പക്ഷം ചേരാനാണ് ഈശോ സത്രത്തിൽ സ്ഥലം കൊടുക്കാതിരുന്നത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പക്ഷം ചേരലെന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെടണം. അല്ലെ പിന്നെ ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം ഇരിക്കണേ? അതുകൊണ്ടാണ് ഗലാത്യർ 3:27 വായിച്ചേ. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അഭയാർത്ഥികളെ, അകപ്പെട്ടു പോയവര്, വഴിയാധാരമായവരെ ഏതെങ്കിലും ഒരു തരത്തിൽ ക്രിസ്തുവോട് നമ്മൾ ഐക്യപ്പെട്ടിരിക്കുകയും അത് നമുക്ക് സന്തോഷം ഉണ്ടാകണം. ദൈവം തന്നിരിക്കണ എന്താണ് അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ഈ സ്വീകരിക്കണ വരെ നിങ്ങൾ ക്ലേശങ്ങളിലാണെങ്കിൽ ആ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നമുക്ക് ഇടം കിട്ടാതെ വരാം. അപ്പം നീ ഓർക്കണം, സങ്കടപ്പെടരുത്. ഇടം കിട്ടിയില്ല, അത് ഞാൻ എൻ്റെ കർത്താവിനെ പോലെയായി. നിങ്ങളുടെ എല്ലാ ഇല്ലായ്മകളിലും ഞാൻ എൻ്റെ കർത്താവിനെ പോലെയായി വിളിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരെ തുള്ളിച്ചാടാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.